Barakatuhu. Alhamdulillah Rabbil Alamin. Wassalatu wassalam ala Rasulihil Kareem. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Afala yatadabbaruna al-Qur'an walau kana min 'indi ghayrillahi lawajadu fihi ikhtilafan kathira. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, കുല്യ ബനാത്തുൽ മുസ്ലിമീൻ നിർവഹികളെ, മാന്യരായ അധ്യാപകരെ, മറ്റു സഹപാഠികളെ, ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം വിശുദ്ധ ഖുർആൻ കാലാതീതമായ സന്ദേശം. മനുഷ്യവർഗത്തിൽ സ്വാധീനം ചെയ്തിട്ടുള്ള പല വേദഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരുടെ നിത്യജീവിതത്തിലെ സകല മേഖലയിലും സ്പർശിക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം ഇന്നും മനുഷ്യരുടെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഖുർആൻ തന്നെയാണ്. വെറും 23 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രതിനിധിയായ സമൂഹത്തെ സാംസ്കാരികതയുടെ അതുല്യതയിലേക്ക് അണിയിക്കാൻ ഖുർആനിന് സാധിച്ചു. അന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രകാശം ഇന്നും പ്രസരിക്കുകയാണ്. അവതരിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണെങ്കിലും നവകാല സമൂഹത്ത് പോലും നേരിന്റെ പാതയിലേക്ക് വഴി നടത്താൻ മാത്രം സർഗസവിശേഷതയുള്ളതാണ് ഖുർആൻ. പുതിയ കാലത്ത് നമ്മുടെ ജീവിത രീതികളിലും പെരുമാറ്റങ്ങളിലും വിടയാന്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലും ഖുർആനിനെ പൊളിച്ചടക്കാനും വെട്ടിത്തിരുത്താനും കഴിയില്ല. മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെയാണ് ഖുർആൻ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഖുർആൻ ശരിയായ വഴിയിലേക്ക് കാണിക്കുന്നു. എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന സാമൂഹിക തിന്മയെയാണ് ഖുർആൻ താക്കീതോടെ വിലക്കിയത്. കള്ളുകുടിക്കൽ, മോഷണം, വ്യഭിചാരം, കളവ് തുടങ്ങിയ തിന്മകൾ മനുഷ്യന് ജീവനുള്ളിടത്തോളം സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള സർവകാല അധർമ്മങ്ങൾക്കെതിരെയാണ് ഖുർആൻ വാളെടുക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. നാം തന്നെ ഖുർആനിനെ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് കാലാതീതമായി നിലനിൽക്കാനാവുന്നു. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല, എന്നാൽ ശാസ്ത്രീയമായ പരാമർശങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല, എന്നാൽ ചരിത്രമായ പരാമർശങ്ങളുണ്ട്. ഈ ഗ്രന്ഥം ദൈവികമാണെന്നും ആ ദൈവം ഏകനാണെന്നും ആ ദൈവത്തെ ആരാധിക്കണമെന്നും ചരിത്രം കൊണ്ടും ശാസ്ത്രം കൊണ്ടും ബോധ്യപ്പെടുത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം, ഖുർആനിൻ്റെ ഭാഷ, ഇതൊന്നും കാലാപഴക്കത്താൽ നശിച്ചില്ലാതാവുകയില്ല. അത് എന്തുകൊണ്ട് എന്നാൽ ഇത് അവതരിച്ചത് ലോകരക്ഷിതാവായ അല്ലാഹു ആണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുർആൻ എടുത്ത് ഓതുക, തീർച്ചയായും ഖുർആൻ അന്ത്യനാളിൽ സാക്ഷിയായി നിൽക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിനെ മനസ്സിലാക്കി ജീവിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.